LDF നടത്തിയ ഒരു സമരവും ഇവിടെ വിജയിച്ചിട്ടില്ല. LDF ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളോ ജനങ്ങളിൽ സ്വീകാര്യത ഉണ്ടായില്ല. കേരളത്തിലെ UDF ഗവൺമെന്റിന് അതുകൊണ്ട് തന്നെ LDF ക്രിയാത്മകമായ പിന്തുണ നൽകണമെന്നാണ് ഈ 2 വർഷമാകുമ്പോൾ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ കൂട്ടായി പ്രവർത്തിക്കേണ്ട കാലമാണ്. I have an opinion that all political parties should reinvent themselves. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വയം റീഇൻവെന്റ് ചെയ്യാനും കാലാകാലങ്ങളായി നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനങ്ങളിൽ മാറ്റം വരുത്തി പരസ്പര സഹകരണത്തോടെയും പരസ്പരം യോജിച്ചുമുള്ള ജനകീയ പ്രശ്നങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം സ്വായത്തമാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് വലിയ വെല്ലുവിളികൾ ഉയരുകയാണ്. നരേന്ദ്രമോദി ഇന്ത്യക്ക് ഒരു മോഡിയും നൽകാൻ പോകുന്നില്ല. നരേന്ദ്രമോദി ഉയർത്തുന്ന രാഷ്ട്രീയവും നരേന്ദ്രമോദി ഉയർത്തുന്ന വികസനവും ഒട്ടും ജനാധിപത്യപരമല്ല. അത് ഏകാധിപത്യത്തിൻ്റെയും സർവാധിപത്യത്തിൻ്റെതുമായ ഒരു ശൈലിയാണ്. ആ ശൈലി ഒരു മതേതര രാഷ്ട്രമായ ഒരു ജനാധിപത്യ രാഷ്ട്രം. കോൺഗ്രസ് പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിക്കാനുള്ള നേതൃത്വപരമായ കഴിവ് പാർട്ടി എന്നും കാട്ടിയിട്ടുണ്ട്. UDF ഗവൺമെന്റിൽ ഞാനൊരു മന്ത്രിയാകണം എന്നുള്ള ഒരു ചർച്ച അനൗദ്യോഗികമായി നടന്നു എന്നുള്ളത് ശരിയാണ്. അത് ഞാനൊരു MLA ആയതുകൊണ്ടും ശ്രീ ഗണേഷ് കുമാറിൻ്റെ രാജി വന്ന സാഹചര്യത്തിലുമാണ് ഇത് സജീവമായത്. അതിനു മുമ്പ് തന്നെ ഞാൻ മന്ത്രിസഭയിൽ ചേരണമെന്നുള്ള അഭിപ്രായം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഞാൻ കേരള യാത്രയിലായിരുന്നത് കൊണ്ട് അതിന് വലിയ ഒരു ചർച്ചയോ മറ്റു കാര്യങ്ങളോ ഉണ്ടായില്ല. പക്ഷെ കേരള യാത്രയുടെ അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമായി. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി തന്നെ 2 തവണ പരസ്യമായി തന്നെ ഈ ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഒരു ചർച്ച നടന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ ചർച്ചയുടെ വിശദാംശങ്ങൾ ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അത് അങ്ങനൊരു ചർച്ച ഏത് ഘട്ടത്തിൽ നടന്നു, എന്താണ് നടന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇവിടെ എൻ്റെ സുഹൃത്ത് ചോദിച്ചതുപോലെ ഞാൻ മന്ത്രിയാകാനുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് അതിനൊരു മറുപടി എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് മറുപടി പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ ശക്തമായ നിയന്ത്രണത്തിലും നേതൃത്വത്തിലും ഉള്ള ഒരു കാര്യമാണ്. KPCC പ്രസിഡന്റ് അതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പരസ്യമായി പറയുന്നതിന് ഇപ്പോൾ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായം എനിക്കുണ്ട്. അത് പറയേണ്ട വേദിയിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയും, പറയേണ്ട സമയത്ത് ഞാൻ പറയും. പക്ഷെ അത് പരസ്യമായി എനിക്ക് വ്യക്തമാക്കാൻ കഴിയാത്ത നിയന്ത്രണങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. അല്ല, ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായത് പല കാരണങ്ങൾ കൊണ്ടുണ്ടായതാണ്. അത് ഞാനിവിടെ സൂചിപ്പിച്ചു. ഞാൻ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഉണ്ടായതല്ല. ഞാനൊരു സ്ഥാനത്തിൻ്റെ പിന്നാലെയും അങ്ങനെ നടന്നിട്ടുള്ളതല്ല. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതിൽ എനിക്കും വിഷമമുണ്ട്. എൻ്റെ ഒരു പ്രവർത്തനം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കോ കോൺഗ്രസ് പ്രവർത്തകന്മാർക്കോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ അങ്ങനെ ഒരു കാരണവശാലും ഈ ഗവൺമെൻറ് രൂപീകരണ കാലം മുതൽ മന്ത്രിയാകണമെന്നുള്ള ആവശ്യമുണ്ടായിട്ട് 2-3 ഘട്ടത്തിൽ ഞാനത് വേണ്ട എന്ന് വെച്ചതാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം വന്നു ചേർന്നതിലുള്ള വിഷമം എനിക്കുണ്ട്. കാരണം കേരളത്തിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരോട് ഉത്തരവാദിത്തമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ അവരുടെ മനസ്സിൽ വിഷമമുണ്ടാക്കുകയോ അങ്ങനെ ഒരു ചർച്ച അനാവശ്യമായി വലിച്ചിഴച്ച് പാർട്ടിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുകയോ എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിർവ്യാജമായ ഖേദം പ്രകടിപ്പിക്കുകയാണ്.
ഞാൻ മാധ്യമങ്ങളെ ഇതിന് പഠിക്കുന്നില്ല. കാരണം ഇത് അനൗദ്യോഗികമായ ചർച്ചകൾ നടന്നു എന്നുള്ളത് ശരിയാണ്. നിങ്ങൾക്ക് എന്നെ അറിയാം. ഞാൻ ഒരു KSU പ്രവർത്തകനായി രാഷ്ട്രീയം ആരംഭിച്ച ഒരാളാണ്. വർഷങ്ങളായി KSU രംഗത്തും യൂത്ത് കോൺഗ്രസ് രംഗത്തും കോൺഗ്രസ് രംഗത്തും എൻ്റെ പ്രവർത്തനമുണ്ട്. ഏതാണ്ട് 40 വർഷത്തോളം പൊതുജീവിതത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ശ്രീ K. കരുണാകരൻ ആരാധ്യനായ ലീഡറാണ് 27ാമത്തെ വയസ്സിൽ എന്നെ മന്ത്രിയാക്കി. അതെന്നോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന വിശ്വാസം കൊണ്ടാണ്. അത് കഴിഞ്ഞ് ശ്രീമതി ഇന്ദിരാഗാന്ധിയും എന്നെ NSUയുടെ ദേശീയ പ്രസിഡന്റാക്കി. രാജീവ് ഗാന്ധി യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റാക്കി. സോണിയാഗാന്ധി കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ സ്ഥിരം അംഗമാക്കി. അതെല്ലാം എന്നോടുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടായിരുന്നു. ആ വിശ്വാസത്തിന് ഒത്തുയർന്ന് പ്രവർത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരെനിക്ക് നൽകിയ അവസരങ്ങൾ അവരെ വഞ്ചിക്കാതെ, പാർട്ടിയെ വഞ്ചിക്കാതെ, കഠിനാധ്വാനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും പാതയിലൂടെ മുന്നോട്ട് പോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പല പദവികളും എന്നെ തേടി വന്നത്. ഞാൻ പദവികൾക്ക് പിന്നാലെ പോയിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കഠിനാധ്വാനം നടത്തുകയും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് ജനങ്ങളുടെ മനസ്സിലും പാർട്ടി പ്രവർത്തകരുടെ മനസ്സിലും എനിക്കൊരിടമുള്ളത്. ആ ഒരിടം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലുതായി, ഏത് പദവിയേക്കാൾ വലുതായി ഞാൻ കാണുന്നത്. അവരുടെ മനസ്സിൽ നിന്ന് എനിക്കുള്ള ആ ഒരിടം ആര് വിചാരിച്ചാലും അത് തകർക്കാൻ കഴിയില്ല. ആര് വിചാരിച്ചാലും ജനമനസ്സുകളിൽ നിന്ന് തന്നെ ഇറക്കിവിടാൻ കഴിയില്ല. അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രതിബദ്ധതയുള്ള പ്രവർത്തനമായിരിക്കും ഞാൻ നടത്തുന്നത്. But how come this issue could not be solved by the state Congress and how it went to the high command level? Is there someone who is working against you in the Congress here? There are certain issues which we cannot tackle. So we have a system. That system is working now. Congress High Command is seized of the matter, and definitely the Congress High Command will take appropriate action at the appropriate time and solve the issue. അല്ല, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങനെ അധികാരത്തിന്റെ പിന്നാലെ പോകുന്ന ഒരാളല്ല. ഈ സ്ഥാനങ്ങൾ കിട്ടിയതൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല. ഇത് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമല്ല. കാരണം ഞാൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസാന വാക്കാണ്. ഞാൻ ഇരിക്കുന്ന സ്ഥാനം. ആ സ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളെയോ ആഗ്രഹങ്ങളെക്കാളും വലുത് കോൺഗ്രസിൽ വിശ്വാസം ഉറപ്പിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാരുടെ താല്പര്യമാണ്. അതുകൊണ്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരക്കം പാച്ചിൽ, അതുകൊണ്ട് തന്നെയാണ് വളരെ നാളുകളായി ഞാൻ സ്വീകരിക്കാതെ മുന്നോട്ട് പോയിട്ടുള്ളത്. നാളെയും എൻ്റെ സമീപനം അത് തന്നെയായിരിക്കും. അല്ല, അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ അത് ഈ മന്ത്രിസഭയിൽ ചേരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകന്മാരായ ആളുകൾ പലവട്ടം പല രീതി ഈ ഗവൺമെന്റ് വന്ന സമയം മുതൽ തന്നെ എന്നോട് സമീപിക്കാറുണ്ട്. അതൊന്നും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഏതായാലും എന്നെപ്പെട്ടുള്ള ബാബുവിന്റെ കൺസേണിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അല്ല, AICC തന്നെ അതിന് വിലക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വിലക്ക് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ പത്രസമ്മേളനത്തിൽ വെച്ച് ഞാൻ ആവർത്തിക്കുന്നു, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു നേതാവും ഇനി ഒരു വിധത്തിലുമുള്ള പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്നുള്ളത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അല്ല, അതല്ല, അങ്ങനെയല്ല, അത് അങ്ങനെ ഞാൻ പറഞ്ഞങ്ങനല്ല. കേരളത്തിലെ ഈ ഒരു ഇഷ്യൂ ഹൈക്കമാൻഡിന്റെ പരിഗണനയിലുള്ളതായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നത് ഒരു പ്രൊപ്രൈറ്റഡ് ക്വസ്റ്റ്യനാണ്. അത് പാടില്ല, ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ AICC പരിഗണനയുടെ മുമ്പിലുള്ള ഒരു ഇഷ്യൂവിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് എൻ്റെ സ്ഥാനത്തിന് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് പ്രൊപ്രൈറ്റി. ഐ കനോട്ട് ആൻസർ എനി വേ. അതാണ്, അത് ഞാൻ പാടില്ല. അതെ, അവരുടെ ആരുടെയും ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അവരൊക്കെ നമ്മുടെ നല്ല സുഹൃത്തുക്കളാണ്, നല്ല രീതിയിൽ വന്നതാണ്. അല്ലെ, KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനമാണ് ഇതിനേക്കാളൊക്കെ വലിയ സ്ഥാനം. ആ സ്ഥാനം വിശ്വാസപൂർവ്വം എല്ലാവരും കേരളത്തിലെ കോൺഗ്രസ്സുകാരും നേതാക്കളും ഹൈക്കമാൻഡും ഒക്കെ കൂടെ എന്നിൽ അർപ്പിച്ചിരിക്കുന്നതല്ലേ. അല്ല, നമ്മൾ എന്നും സമുദായ സംഘടനകളോട് കോൺഗ്രസിനൊരു സമീപനമുണ്ട്. അതിപ്പോ എനിക്കെതിരാണ് അല്ലെങ്കിൽ വേറൊരാൾക്കെതിരാണ് എന്നുള്ളത് കൊണ്ടല്ല, അവരോട് എന്നും നല്ല സമീപനമാണ്. ആ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിച്ച് യോജിപ്പിച്ച് പോകണമെന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. അത് ആലോചിച്ചിട്ടില്ല. പക്ഷെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് അങ്ങനെയാണ്. ഒരു സമുദായ സംഘടനയോടും കൊമ്പ് കോർക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ സമീപനമല്ല. അവരുമായി ഏറ്റുമുട്ടുന്നത് കോൺഗ്രസിന്റെ സമീപനമല്ല. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കും, പരിഗണിക്കാവുന്നത് പരിഗണിക്കും. പക്ഷെ അവർ പറയുന്ന എല്ലാം നമുക്കൊരു പക്ഷേ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് സമുദായ സംഘടനകൾ, അത് NSS ആകട്ടെ, SNDP ആകട്ടെ, മുസ്ലിം സംഘടനകളാകട്ടെ, ക്രൈസ്തവ സംഘടനകളാകട്ടെ, എല്ലാവരോടും കോൺഗ്രസ് എന്നും പുലർത്തി വരുന്ന സമീപനം തുടരും. അതിൽ വ്യത്യാസമില്ല. അല്ല, ഓടി ഒളിക്കുന്നല്ല. അവർ ഓരോ സമുദായ സംഘടനകളും അവരുടെ നേതാക്കന്മാർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാകും. ആ അഭിപ്രായങ്ങൾ നമ്മളെല്ലാം സ്വീകരിക്കുന്നില്ലല്ലോ. പക്ഷെ അവർ മുന്നോട്ട് വെക്കുന്ന അവർക്കൊക്കെ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നമുക്ക് ഊച്ചുവിലും കിടക്കാനൊന്നും കഴിയില്ല. അപ്പോൾ കോൺഗ്രസ് പാർട്ടി എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം. കോൺഗ്രസ് അതിനെ നോക്കിക്കാണുന്നത് അവരുമായിട്ട് യോജിച്ചു പോകണം. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അവർ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗങ്ങളുടെ കാര്യം മാത്രമേ അവർ പറയുന്നുള്ളൂ. കോൺഗ്രസ് എല്ലാ വിഭാഗങ്ങളുടെയും താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് മുന്നോട്ട് പോകേണ്ടതായി വരുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായം പറയുന്ന കാര്യം മാത്രം കോൺഗ്രസിന് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അല്ല, അവിടുത്തെ DCCക്ക് പ്രമേയം പാസ്സാക്കാനുള്ള അധികാരമൊക്കെ ഉണ്ട്. അവർ പാസ്സാക്കി ഞങ്ങൾക്ക് തന്നിരുന്നതാണ്. കേരളത്തിലെ KPCC പ്രസിഡന്റിന് ആരാണെന്നും എന്താണെന്നും എല്ലാ പ്രവർത്തകർക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. അങ്ങനെ ഒരു പ്രചരണം നടത്തിയാൽ അത് ഇല്ലാതായി പോകുന്ന ഒരു വ്യക്തിത്വമല്ല എനിക്ക് എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം.
അല്ല, ബാബുവിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതല്ല പ്രശ്നം. കേരളത്തിലെ കോൺഗ്രസ് പ്രസിഡന്റ്, KPCC പ്രസിഡന്റ് എന്ന് വെച്ചാൽ എല്ലാ മന്ത്രി പദവികൾക്കും മുകളിലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു ഗൂഢാലോചനയിൽ ഞാൻ പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതിനൊരു ഇരയാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, അത് അത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ. അതെല്ലാം പാർട്ടി പ്രസിഡന്റ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഞാനതൊന്ന് വ്യക്തമാക്കാം. കഴിഞ്ഞ AICC സമ്മേളനം ജയ്പൂരിൽ നടന്നപ്പോൾ 2 ടേം എന്നുള്ളത് തീരുമാനിച്ചതാണ്. അതിനു മുമ്പ് ഡൽഹിയിൽ നടന്ന AICC സമ്മേളനത്തിൽ വെച്ച് ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഭരണഘടന, ഇന്നത്തെ രാഷ്ട്രപതിയായ പ്രണബ് കുമാർ മുഖർജിയാണ് ആ ഭരണഘടനാ ഭേദഗതി അവതരിപ്പിച്ചത്. നേരത്തെ ഒരു ടേം എന്ന് പറയുന്നത് 3 വർഷമായിരുന്നു. പ്രണബ് കുമാർ മുഖർജി അവതരിപ്പിച്ച അമെൻമെന്റ് 5 വർഷമാക്കി. കാരണം ഇലക്ഷൻ കമ്മീഷൻ നിർബന്ധമുണ്ട്, ഭരണഘടനയിൽ പറയുന്ന അനുസരിച്ച് ഇലക്ഷൻ നടത്തണമെന്ന്. കോൺഗ്രസിനെ പോലൊരു വലിയ പാർട്ടിക്ക് എല്ലാ 3 വർഷവും ഇലക്ഷൻ നടത്തണമെങ്കിൽ മുഴുവൻ സമയം ഇലക്ഷൻ ആയിരിക്കും. അപ്പം അതുകൊണ്ട് 5 വർഷമാക്കി ഒരു ടൈം മാറ്റി. 5 വർഷമാണ് ഒരു ടൈം. അപ്പം അങ്ങനെ വരുമ്പോൾ 2 ടൈം എന്ന് പറയുന്നത് 10 വർഷമാണ്. അതുകൊണ്ട് എനിക്കിനി 2.25 വർഷം കൂടി ആ നിലയിലുണ്ട്. പക്ഷേ കോൺഗ്രസ് പ്രസിഡന്റിന് ഏത് സമയത്തും PCC അധ്യക്ഷന്മാരെ മാറ്റാനും പുതിയ ആളിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരവും. അല്ലാതെ ഒരു ഫാക്ച്വൽ ഇറർ എന്ന് തിരുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്കത് ഓർമ്മയിൽ വരാത്ത കാര്യമായതുകൊണ്ട് ഫാക്ച്വൽ ഇറർ ഞാൻ പറഞ്ഞതാണ്. Pardon? In this whole issue, we just need one clarification. Did you really want to become a minister? I already mentioned that this issue which has been cropped up in Kerala is before the High Command. No, sir. We are just asking you whether you wanted to become a minister or not. How come this unofficial discussion came up? How they cropped up in this circle? What was the reason? See that when the matter is before the High Command, I am not in a position to answer your question. I'm sorry. അത് കഴിഞ്ഞ UDF യോഗം ചേർന്ന് മുഖ്യമന്ത്രിയെ തന്നെ അത് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി എല്ലാ കക്ഷി നേതാക്കന്മാരോടും സംസാരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അങ്ങനെ ഒരു സംസാരം ഇതിൽ നടന്നിട്ടില്ല. നടന്ന ശേഷം ഒരു തീരുമാനം എടുക്കും. അല്ല, ഹൈക്കമാൻഡിന്റെ മുമ്പിലിരിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളോട് എനിക്ക് പറയാൻ കഴിയാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം പക്ഷേ എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ ഉണ്ട്, എൻ്റെ നിലപാടുകളുണ്ട്. അത് ഞാൻ പറയേണ്ട സ്ഥലത്ത് പറയേണ്ട സമയത്ത് പറയും. അത് എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യുന്നത് ഒരു ശരിയല്ല. അത് പ്രൊപ്പറേറ്റി ശരിയായിട്ടില്ല. പാർട്ടി വാർഡ് പ്രസിഡന്റായി തുടരാൻ പറഞ്ഞാൽ ഞാൻ തുടരും. ഞാൻ അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടില്ല. പക്ഷെ പലരും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. അല്ല, അദ്ദേഹം മാത്രമല്ല, പലരും എന്നോട് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പരാതിയൊന്നും ഞാൻ പറയാറില്ല. അത് ശരിയല്ല. കാരണം ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കടലാക്രമണം ഉണ്ടായ സ്ഥലങ്ങളിൽ പോകുമായിരുന്നു. സാധാരണഗതിയിൽ ആലപ്പുഴ ജില്ലയിൽ നടക്കുന്ന ഗവൺമെൻറ് പരിപാടികളിൽ ഞാനങ്ങനെ വളരെ ചുരുക്കമായിട്ട് പോകാറില്ല. സമയം കിട്ടാത്തതുകൊണ്ടാണ്. പോയാൽ ആഗ്രഹമില്ലാഞ്ഞുകൊണ്ടല്ല. എൻ്റെ നിയോജകമണ്ഡലത്തിൽ തന്നെ എനിക്ക് ഒരു ആഴ്ചയിൽ 2 തവണയൊക്കെ വല്ലപ്പോഴും പോകാൻ കഴിയുന്നത്. അപ്പോൾ ഉള്ള സമയം ഞാൻ ചെല്ലുമ്പോൾ അവിടെ തന്നെയാണ്, ഹരിപ്പാട് തന്നെയാണ് ഞാൻ. അത് മനഃപൂർവ്വം ഒന്നുമല്ല, അത് വാർത്ത ശരിയല്ല. എന്താ അങ്ങനെ സംശയം വരാൻ കഴിയും? സംശയിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ UDF ഗവൺമെന്റ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഒരു സംശയവും ഉണ്ടാകാൻ.
ആ അല്ല ഞങ്ങള് അതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങള് വി വിൽ ട്രൈ ടു സോർട്ട് ഔട്ട് ഓൾ ദീസ് ഇഷ്യൂസ്. സ്വാഭാവികമായി കോൺഗ്രസിനോടും UDF-നോടും പ്രതിബദ്ധത കാട്ടുന്ന ഇത്തരം സാമൂഹ്യ സംഘടനകളുടെ ഞങ്ങൾ ചർച്ചകളിലൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും, തീർച്ചയായിട്ടും ശ്രമിക്കും. ഇല്ല, ആ പ്രശ്നങ്ങൾ പരിഹരിക്കും. JSS-ഉമായിട്ട് CMB-യുമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ ഇപ്പോൾ ഏറെക്കുറെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള സമയങ്ങളിൽ അതൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കും. ഇല്ല, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കും, ചർച്ചകളിലൂടെ പരിഹരിക്കും. തീർച്ചയായിട്ടും. അതല്ല, ഇപ്പൊ UDF സംവിധാനമാകുമ്പോൾ വിവിധ പാർട്ടികളുണ്ട്. ഇപ്പം തന്നെ LDF-ൽ നിന്ന് തന്നെ വന്ന പാർട്ടികൾ ഉൾപ്പെടെയുള്ളതാണ്. അപ്പോൾ ഇവരെല്ലാം യോജിപ്പിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് സ്വാഭാവികമായും ഭരണത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടാകും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അത് നമ്മൾ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഞങ്ങൾ ആ പ്രശ്നങ്ങൾ ഓരോന്നോരോന്ന് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവർക്കും തൃപ്തിയുള്ളതല്ലേ? അത് നമുക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാം.